സിലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ രണ്ട് വായനകളിൽ നമ്മൾ വായിച്ചു കേട്ടത് അന്ത്യകാലത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവസാനത്തെ വിധിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ ഇന്നത്തെ ലേഖനപാത്രി യാക്കോബസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹോദരൻ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ സഹോദരനെതിരായിട്ട് പിറുപിറുക്കരുത്. നമുക്ക് വളരെയധികം നമ്മളിൽ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ദുശീലമാണ് ഈ യാക്കോബസിന്റെ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. സഹോദരനെതിരായിട്ട് പരസ്പരം ഇങ്ങനെ പിറുപിറുക്കരുതെന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ, ഇന്നത്തെ ലേഖന ഭാഗം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: ഈശോയുടെ അന്ത്യദിനം ഉണ്ടാകും, അതോടൊപ്പം തന്നെ നമ്മുടെ വിധിയും ഉണ്ടാകും. വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഈ പിറുപിറുക്ക് എന്നുള്ളൊരു സ്വഭാവം. ഇന്നത്തെ ലേഖന ഭാഗം ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാനും എൻ്റെ സഹോദരനെതിരായിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് പിറുപിറുക്കാറുണ്ടോ? ഒരു കാര്യമില്ലെങ്കിലും ഒരു പക്ഷെ വെറുതെ എന്തായാലും വെറുതെ പോവാണ് എന്ന് പിന്നെ ചുമ്മാ രണ്ട് കുറ്റം പറഞ്ഞു പോയേക്കാം എന്ന് കരുതുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് പിറുപിറുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ് പിറുപിറുക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഒഴിവാക്കണമെന്നുള്ളത്. നമ്മൾ ഇന്നത്തെ ഈ ലേഖനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ കുഞ്ഞൊരു തിന്മ അകറ്റി കളയാനായിട്ട് പരമാവധി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.